കുട്ടി. ഓ എന്ത് പെർഫോമൻസ് കൂടെ. നമ്മളൊന്ന് റിയാക്ഷൻ ചെയ്യാൻ പോയത് തേവർ മകൻ മൂവിയിലെ നെക്സ്റ്റ് സീനാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ സീനില് ശിവാജി ഗണേശൻ സർ പ്ലസ് കമൽ ഹാസൻ സാർ ഇവര് രണ്ടുപേരുടെയും ആ ഒരു പെർഫോമൻസ് ഗംഭീരം. അതായത് ഒട്ടും എന്താ പറയാ നമ്മളെ ശരിക്കും പിടിച്ചിരുത്തിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ മൊമെന്റ്സ് ആണ് അവിടെ കണ്ടത്. അച്ഛൻ മകൻ ആ ഒരു ഇമോഷൻ വല്ലാണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു രണ്ടുപേരും. അതായത് ശിവാജി ഗണേശൻ സാറിന്റെ മാനറിസംസ് ഒക്കെ കാണുന്ന സമയത്ത് എന്താ പറയാ ഭയങ്കര ഒരു നമ്മൾ പറയില്ലേ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ രണ്ടുപേരുടെ ആ ഒരു ഇഷ്ടം, അവർക്ക് രണ്ടുപേർക്കും പരസ്പരം എത്ര ഇഷ്ടമാണെന്നുള്ളത് ആ ഒരു ലാസ്റ്റ് മൊമെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതിൽ നമുക്ക് ഓരോ അത് ബോഡി ലാംഗ്വേജിൽ വരെ സംഭവം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ രണ്ടുപേരുടെയും ക്യാരക്ടറിന്റെ ആ ഒരു ഡെപ്ത്നെസ് അതും കാണിക്കുന്നുണ്ട്. കാരണം ശിവാജി ഗണേശൻ സാർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആൾക്ക് എഡ്യൂക്കേഷൻ കുറവാണ്. ഇപ്പുറത്ത് നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷെ ആളുടെ മറ്റുള്ള എക്സ്പീരിയൻസ് കുറവാണ്. അപ്പൊ രണ്ടുപേരുടെയും ആ ഒരു എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള ഇമോഷണൽ. ശരിക്കും അദ്ദേഹം എനിക്ക് തോന്നുന്നത് മകനെ പുറത്ത് പഠിക്കാൻ വിട്ട് തന്നെ തിരിച്ചു വരുമ്പോൾ നാടിന് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ചെയ്യാനാണ്. പക്ഷെ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല ഉള്ളത്. കാരണം ഈ വോണ്ട് ടു മേക്ക് ബെറ്റർ ലൈഫ് ഓഫ് ഹിസ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ഒരു സംഭവത്തിനോടുള്ള ഒരു ഡിസഗ്രിമെന്റ് നമുക്ക് പല സമയത്തും കാണാൻ പറ്റുന്നുണ്ട്. ഒബിയസ്ലി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലണ്ടനിലാണ് പോയി പഠിച്ചത് അല്ലെ, അത്രയും ദൂരത്തൊക്കെ പോയി പഠിച്ച് എന്താ പറയാ പിന്നെയും ഹീസ് ഗോയിങ് ബാക്ക് എന്ന് പറയുമ്പോൾ ആസ് എ ഫാദർ അങ്ങേരുടെ ഇമോഷനും പിന്നെ ഹി വാണ്ട്സ് ഹിം ടു ടേക്ക് കെയർ ഓഫ് ഓൾ ദിസ് തിങ്സ് ഐ ഫീൽ. അപ്പൊ അതൊന്നും നടക്കാതിരിക്കുമ്പോ ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ, അതാണ് ആ കുത്തിപ്പിടിച്ചതൊക്കെ ഷർട്ടിന് കുത്തിപ്പിടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ദെൻ ഹി വാസ് ഫീലിംഗ് വെരി ഡീപ്പ് റിഗ്രറ്റ് ആക്ച്വലി ആഫ്റ്റർ ഡൂയിങ് ദാറ്റ്. അങ്ങനെ പിന്നെ അത് തിരിച്ച് നേരെയാക്കുന്നത് ഒക്കെ ഭയങ്കര മാനറിസംസ് ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മളെ കറക്റ്റ് ആ ഒരു മൊമെന്റ് നമുക്ക് ഒരിക്കലും ആരോടും ദേഷ്യം തോന്നാത്ത രീതിയിൽ, നമുക്ക് കമൽ സാറിനോടും ദേഷ്യം തോന്നില്ല, ശിവാജി ഗണേശൻ സാറിനോടും ദേഷ്യം തോന്നില്ല. രണ്ടുപേരുടെ ഒരു അവരുടെ സൈഡിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് ആ സീൻ കാണിച്ചത്. രണ്ട് ആക്ടേഴ്സിനും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിവുണ്ടെന്നുള്ള ഓൾറെഡി കോൺഫിഡന്റ് ഭരതൻ സാറിനുണ്ട്. അതുകൊണ്ടാണ് അവർ ആളെ വിട്ടേക്കണം. മാക്സിമം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യുകയും ചെയ്തു. അതിന്റെ പെർഫെക്ഷൻ ഫുൾ ആയിട്ട് കിട്ടുകയും ചെയ്തു ഭരതൻ സാറിന്റെ എടുക്കുന്നത്. ആൻഡ് അത് കൂടാണ്ട് ഇളയരാജ സാറിന്റെ കിടിലം ബാക്ക് സപ്പോർട്ട് അല്ലെ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെ, അതായത് ഓവർഡോസ് അദ്ദേഹത്തിന്റെ യൂഷ്വൽ സ്റ്റൈലാണ്. നമ്മൾക്കത് തോന്നിപ്പോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംഭവം. അതായത് ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ ചില സമയത്ത് എന്ന് പറഞ്ഞാൽ അതിനായിരിക്കും കുറച്ചുകൂടി ഇമ്പാക്ട് ഉണ്ടാവുക. നമ്മള് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുന്ന സമയത്താണെങ്കിൽ ഓവർ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ശ്രദ്ധിച്ചിട്ട് പിന്നെ ശരിക്കും ആ സീനിന്റെ ബ്യൂട്ടി നഷ്ടപ്പെടും. എനിക്ക് തോന്നുന്നു അദ്ദേഹം അങ്ങനെയാ ചെയ്യുന്നത് കേട്ടോ. അതായത് ഇമോഷൻ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യും. ഇമോഷൻ എനിക്ക് തോന്നുന്നു തളപതിയിലായാലും രമണയിലായാലും ഇമോഷൻ സീൻസ് വർക്ക്ഔട്ട് ആണ്. അത് ബെറ്റർ ആയിട്ട് മാസ് വരുന്ന സമയത്താണ് അദ്ദേഹത്തിന് അധികം വരാത്ത പോലെ എനിക്ക് തോന്നിയേക്കണേ. പക്ഷെ ഇമോഷൻ ഒരു രക്ഷയില്ലാണ്ട് ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ആ ഒരു സീനിട്ട് തുടങ്ങാം. റെഡി? ആ നോട്ടല്ലേ ലാസ്റ്റിലത്തെ രണ്ടുപേരും ആ നോക്കിട്ട് കണ്ടായിരുന്നു. திருக்கோயில் தொடர்பான பிரச்சனைகளின் மீது நடவடிக்கை எடுக்கப்பட்டு வருவதால் நடவடிக்கை முடிவடையும் வரை பொதுமக்களில் எந்த பிரிவினரும் நிர்வாகத்தில் தலையிடக்கூடாது என்று தெரிவித்துக் கொள்ளப்படுகிறது. அதுவரை திருக்கோயில் நிர்வாகம் அறநிலையத்துறையின் கட்டுப்பாட்டில் இருந்து வரும் என்றும் பொதுமக்களுக்கு தெரிவித்துக் கொள்ளப்படுகிறது. ஒப்பம் உதவி ஆய்வாளர் மதுரை. பொதுமக்களுக்கு ஓப்பன் செய்யும். எல்லாருக்கும் புரிஞ்சுதா? கோயில திறக்க போறியோ சரி, மத திருவிழாவை யார் எடுக்கிறது அதையும் சொல்லி விட்டு போங்க, இல்லைன்னா அதுலயும் தகராறு வரும். தகராறு பண்ணணும்னு நினைச்சாதானே தகராறு வரும். அப்படி நினைக்காதீங்க. கடவுளை சொந்த தகராறுலாம் பயன்படுத்தாதீங்க. நாம வீட்டுக்கு வந்துட்டு போகணும். இல்ல நான் அவசரம் மத போக வேண்டியிருக்கு. அதுக்கான சம்மந்தேன் சரி நீயே கேள. என்ன கம்மா இருக்குல்ல, பழைய டைப் பண்டு ஒரு 15 வருஷமா நீ செய்ய நான் செய்யன்னு யாருமே செய்யல. வீட்டுக்குள்ள ரிப்பேர்ஸ் கூட செஞ்சு ஒரு 5-6 வருஷம் இருக்குன்னு நினைக்கிறேன். ரொம்ப போய் பிரேக் ஆயிடுச்சுன்னா சம்மர்ல ப்ராப்ளம் ஆகி நீ பிடிக்கிறதா இருந்தா எல்லா பேரும் வர அதிகாரியை கூட கம்பாயை கைப்படுத்துறதுக்கு ஒருத்தரும் வர மாட்டேங்கிறேன். மிஸ்டர் மாயன் ஒத்துமையா இருந்து ஊருக்கு நல்லது பண்ணுங்க. ஐயா சிந்தவர் பாருங்க. சக்தி ஒரு செயின் ஒரு ரெஸ்டாரண்ட் போயிட்டு பேசலாம். ஐயா பாக்குறியா? ஐயாவுக்கு நான் இங்கேயே இருக்கணும்னு ஆசை. இவ்வளோ படிச்சுட்டு எங்க கூட இருக்க முடியுமா? ஏன் முடியாது. நான் இல்ல ஐயா சொல்றதே கேள. சக்தி எவ்வளவு படிச்சவரா? அதான் இப்படி உரசலாக. ഉണ്ടല്ലോ. நேற்று வந்ததுல இருந்து தராது அவன் பக்கமே அமைஞ்சிருச்சு. வீட்டை எல்லாம் கொடுத்தா பதிலுக்கு நம்ம
என்ன செஞ்சா இந்த அவ உட பதிலுக்கு அவ வந்து ஒழிக்க முடியாதுயா. மழை பெய்யுது இல்ல, தண்ணி அமைதி விடும். அவன் சொல்றது சரிதான். சரி, நெருப்புக்கு பதில் தண்ணி தானே. தண்ணி காட்டுறேன் பாரும். ஐயா, கம்மாயில விரிசல் விட்டு இருக்கு சக்தி கலெக்டர் கிட்ட சொன்னால. ஆமாங்க. எந்த பக்கம் தான் விட்டு இருக்கு? புரிஞ்சுட்டு எனக்கு புரிஞ்சுட்டு. நாளைக்கு அது கோவிந்தன் கிட்ட போய் கல்லுடைக்கணும்னு சொல்லி வெடிமருந்து வாங்கிட்டு வா. எனக்கு புரிஞ்சிருச்சு. சின்ன குட்டி பெரிய കള്ള നയ്യായിരുന്നു. ആ ക്യാരക്ടർ പോയിട്ടോ, വക്കീൽ ക്യാരക്ടർ കണ്ടായിരുന്നോ എക്സ്പ്രഷൻസ്? ഇത് പണിയാവും, വീടുകൾക്ക് പണിയാവും. അവിടെ കൊറേ മേലേന്ന് വെള്ളം വരുമോ? അല്ല, കല്ലുടക്കാൻ പറഞ്ഞത്. മറ്റേതാണ് ഏകദേശം മറ്റേ കോളനി പോലത്തെ സ്ഥലമാണത്. കുഞ്ഞ് മറ്റേ ഡാമൊക്കെ പൊട്ടുന്ന പോലെ ഏകദേശം വെള്ളം മൊത്തം ഇങ്ങോട്ടേക്ക് വരുന്നു. പക്ഷെ ആ കാലത്ത് നന്നായിട്ട് കാണിച്ചു കേട്ടോ അത്. ആ, ഇതാണ് ഭരതൻ സാർ. അവിടെ ഞാൻ വായിച്ചപ്പോ വൈശാലിയായിരുന്നു ഭരതൻ സാർ ചെയ്തത്. അതിന്റെ എഫക്ട് ഇല്ലേ? ഫുൾ ആർട്ടാ അറിയാം. നൈറ്റ് വിഷ്വല് കാണിച്ചുകൊണ്ട് അവർ മറ്റേതും തോന്നാത്ത രീതിയിൽ നല്ല രീതിയിൽ കാണിച്ചു. മാടുകളൊക്കെ പോയി ഏകദേശം. അവിടെ കമൽസാറിന്റെ എക്സ്പ്രഷൻ കണ്ടോ, മറ്റേ പിടിച്ചടക്കിയിട്ടുള്ള. അന്ന് ഫോട്ടോ എടുത്ത് മറ്റേ ഇവിടുന്ന് ഗൗതമി വന്ന സമയത്ത് ആ പാട്ടിന്റെ ഇടയിൽ ഒരു ഫോട്ടോ എടുക്കുന്നില്ല അവിടത്തെ? ആള് ഫസ്റ്റ് ടൈമാണ് ചേറിലൊക്കെ ചവിട്ടണേ. അത് കാണിച്ചല്ലേ ഭയങ്കരമായിട്ട്. കുട്ടി എന്ത് പെർഫോമൻസ് കൂടെ. പെർഫോമൻസ് അങ്ങേറ്റം ആൾക്കിതൊക്കെ ഫസ്റ്റ് ടൈമാണ്. ഇപ്പൊ അഡ്ജസ്റ്റ് ആയി ഏകദേശം.
ഇന്നലെ കണ്ടില്ലേ? ഇന്നലെ കണ്ട് നല്ലത്. ഭയങ്കര ആള് മാറാൻ തോന്നുന്ന നോക്കാൻ തോന്നുന്നു. പിന്നെ ആളൊന്നും കൂടി മറ്റേ ആക്ഷൻ അല്ലേ കൂടുതൽ എടുക്കുക പഠിപ്പിന്റെ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടോ? നാച്ചുറൽ. എന്ത് സാധനം, റിയൽ ഫുട്ടേജസ് കൂടുതൽ എടുക്കാൻ നോക്കുന്നു. ആ സൗണ്ട് ഒക്കെ ചെരുപ്പിന്റെ ഒക്കെ സൗണ്ട് എടുക്കാൻ നോക്കുന്നു. അടിയോ അങ്ങനത്തെ അടി അറിയാം. ഇവിടെയാണ് ബീറ്റ് ചെറുതായിട്ട് വരുന്നത്. പോലീസ് സ്റ്റേഷനില് കുറ്റവാളി നാസാച്ചി ഉദയ ആ പോലീസിന്റെ ഹൈറ്റ് ഉണ്ടോ? എത്ര പേര് അസൈൻ ചെയ്യാൻ? 5 പേരെ പദ്ധതി ചൊറയ്ക്ക് പറയുന്നില്ല. ജാമ്യത്തിലെടുക്കാൻ വന്നേക്കാണോ? மகன் போயிடுறியா? என் பேரு மாயத்தேவன். பையன் நம்ம கிட்ட தான் வேலை செய்யலாம். மானத்தை வாங்கி விட்டியடா பாவி. வாங்க நல்ல வேலை செஞ்சீங்க. காலையில சக்தி தம்பி நம்ம வீட்டுக்கு வந்து ரொம்ப கோவமா பேச போச்சு. நான் தான் பெருந்தன்மையா தகவல் வேணும்னு அனுப்பிச்சு வச்சேன். வக்கீல கூட்டியாந்துருக்கேன். ஜாமீன் எடுத்துட்டேன். ஜாமீன் கொடுக்க முடியாது. ஐயா செஞ்சேன்னு ஒத்துக்கிட்டான். ஏண்டா அது கொடுக்க ஒத்துக்கிட்டியா? ஒத்துக்கிட்டான். ரொம்ப கஷ்டம். ஐயா பேரு இங்கிலீஷ்ல எழுதிருக்கு. எஸ் மதுவாண்டி இருக்கு. இல்ல இதுக்கு முன்னால இருந்தவர் நமக்கு வேண்டியவர். நீங்களும் நமக்கு வேண்டப்பட்டவர் தான். அது என்னென்ன பார்த்து செய்யணுமோ அதை செய்யுங்க. நீ பாட்டு ஊரெல்லாம் கெடுத்து வந்துட்ட. உன் பொண்டாட்டி பிள்ளைய நல்லா கவனிச்சுக்கணும். தலையத்துல பாருங்க. வரேன் பொண்டாட்டி பிள்ளையெல்லாம் கவனிச்சுக்கிறேன்னு சொல்லிட்டாரு. கவனிச்சுக்கிறேன்னா இப்படியா இப்படியா? நீங்க பாடுபட்டதெல்லாம் வீணா போச்சையா. நான் எனக்கு பணம் சேர்க்கலன்னா டீச்சர் வரல சட்டம் பேசியிருக்கேன். കട്ടുണ്ടായിരുന്നു.